അറിയിച്ചിരുന്നു. ചെറുപ്പം മുതൽ സുഹൃത്തുക്കളുടെ പാഠശാലയിലെ സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസം പരിശീലിപ്പിക്കപ്പെട്ട അൽഫോൻസാമ്മ വ്രതത്രയത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സ്വാധിക ത്യാഗിയായി തീരുകയായിരുന്നു. അൽഫോൻസാമ്മയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരിധിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടി അധികം ആരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിന്റെ പിന്നിലെ രഹസ്യം. വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ സ്നേഹത്തിന്റെ പിന്നാലെ അവൾ ഓടുകയായിരുന്നു. യേശുവിന് വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക, ഇത് അൽഫോൻസാമ്മ അനുദിന ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ട അവൾ എന്നും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ് അഗ്നികുണ്ഡത്തിൽ ചാടിയത്. ഈ സംഭവം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ സഹായിക്കുവാൻ അവൾക്ക് കിട്ടിയ വിളിയുടെ തുടക്കമാണെന്ന് പറയാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? പൗലോസ്ലീഹയുടെ ഈ ചോദ്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധയാണ് അവൾ. ഇങ്ങനെ സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയും എല്ലാം സ്വർഗചിന്തകൾ കൊണ്ട് അവൾ കീഴടക്കി. ഓരോ ആഴ്ചയിലും പീഡകളുടെ കനൽക്കട്ടകളുമായി എത്തിയിരുന്ന സഹന വെള്ളിയാഴ്ചകളെ ആദ്യം ദുഃഖത്തിന്റെയും പിന്നീട് സന്തോഷത്തിന്റെയും ഒടുവിൽ മഹിമയുടെയും വെള്ളിയാഴ്ചകളാക്കി എന്നതാണ് അൽഫോൻസാമ്മയുടെ വിജയരഹസ്യം. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് സഹനത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അൽഫോൻസാമ്മ ഒരു വഴികാട്ടിയും കിളിവാതിലുമാണ്. വിനയത്തെ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച അൽഫോൻസാമ്മ അചഞ്ചലമായ ആത്മീയ നിഷ്ഠയുള്ളവളായിരുന്നു. വ്രതവിശുദ്ധിയും വ്രതനിഷ്ഠയുമുള്ളവരുടെ ഗണത്തിൽ അൽഫോൻസാമ്മയുടെ സ്ഥാനം ശ്രേഷ്ഠമാണ്. കരയേറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിന്റെ കഥയാണ് അവളുടെ ജീവിതം. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന്റെ മാറ്റ് എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച അൽഫോൻസാമ്മ 1946 ജൂലൈ 28 തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം ഔസേപ്പെ എന്നുരുവിട്ടുകൊണ്ട് തന്റെ സഹനബലി പൂർത്തിയാക്കി. സഹനത്തിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൾ വിശുദ്ധ പദവിയിലേക്കുള്ള പടികൾ വളരെ വേഗം നടത്തുകയായി. 1953 ഡിസംബർ 2 ദൈവദാസി, 1984 നവംബർ 9 ധന്യ, 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവൾ എന്നീ നിലകളിലെത്തി. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ അവൾ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായി ലോകത്തിലും വിശിഷ്ട ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ട് പരിലസിക്കുന്നു.